നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. ഇക്കുറി വോട്ടർമാർ ആർക്കൊപ്പമാകും എന്നറിയാൻ കേരള ന്യൂസ് 60 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. ഇത് ആദ്യ ട്രെൻഡ് മാത്രമാണ്. ആദ്യം നമ്മൾ പോകുന്നത് വടകരയിലേക്കാണ്. വടകരയിൽ മത്സരം കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും പ്രഫുൽ കൃഷ്ണയും തമ്മിലാണ്. LDF-ഉം UDF-ഉം BJP-യും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന വടകരയിലെ 18,000 ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് 78% ആളുകളും പറയുന്നത് കെ ശൈലജ ടീച്ചർ ജയിക്കണമെന്നാണ്. 20% ആളുകൾ ഷാഫി പറമ്പിൽ ജയിക്കണമെന്ന് പറയുമ്പോൾ 2% ആളുകൾ മാത്രമാണ് പ്രഫുൽ കൃഷ്ണ ജയിക്കണമെന്ന് അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് കെ ശൈലജ ടീച്ചർ വടകരയിൽ ജയിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം വേറൊന്നുമല്ല. അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കെ ശൈലജ ടീച്ചർ നടപ്പിലാക്കിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, കരുതൽ, ആ പെർഫോമൻസ് ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് കെ ശൈലജ ടീച്ചർ ഇക്കുറി വടകരയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് രാജ്യം പോലും ഈ കെ ശൈലജ ടീച്ചറിനെ വാഴ്ത്തിയിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകരാജ്യങ്ങൾ പോലും കെ ശൈലജ ടീച്ചറിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള സേവനത്തിന്, പ്രവർത്തനത്തിന് കൊടുത്ത കയ്യടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുരസ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഏറെ ഈ പറയുന്നത് പോലെ ലോക്സഭയിലേക്ക് പോകാൻ കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥി, അത് LDF സ്ഥാനാർത്ഥിയാണെന്നാണ് വടകരയിലെ വോട്ടർമാർ പറയുന്നത്. എന്തായാലും ഇനി തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ 18,000 ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് പരിശോധിക്കാം. 76% ആളുകളും പറയുന്നത് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ജയിക്കണമെന്നാണ്. 18% ആളുകൾ ആഗ്രഹിക്കുന്നു UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ജയിക്കണമെന്ന്. 6% ആളുകൾ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ മാറ്റിയാണ് അവിടെ K മുരളീധരൻ വരുന്നത്. K മുരളീധരൻ അവിടെ എത്തിയതിലും ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വടകരയിൽ കെ ശൈലജ ടീച്ചറിന്റെ എതിർ സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായാണ് ആദ്യം K മുരളീധരനെ മത്സരിപ്പിക്കാൻ വേണ്ടി UDF തീരുമാനമെടുക്കുന്നത്. പിന്നീട് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നേരെ K മുരളീധരൻ ഈ തൃശ്ശൂരിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ TN പ്രതാപന്റെ ആ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്ന കാഴ്ചയുണ്ട്. പക്ഷേ പൊതുവെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ TN പ്രതാപന്റെ സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അത്രമാത്രം സന്തോഷവാന്മാരല്ല എന്ന് തന്നെയാണ് ഈ അഭിപ്രായ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS സുനിൽകുമാർ തന്നെ ജയിക്കണം എന്ന് എന്തുകൊണ്ട് 76% ആളുകൾ അവകാശപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് VS സുനിൽകുമാർ മന്ത്രിയായിരുന്ന സമയത്ത് തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, കോവിഡ് സമയത്തും പ്രളയ സമയത്തൊക്കെ VS സുനിൽകുമാർ സ്വന്തം ജീവൻ പോലും നോക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. തൃശ്ശൂരുകാരനാണ്, തൃശ്ശൂരിനെ അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലോകസഭയിലേക്ക് പോകേണ്ട ഒരാൾ കൂടിയാണ്. എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ ലോകസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് എന്നൊക്കെ വോട്ടർമാർ എന്തായാലും പറയുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ്. ചാലക്കുടി മണ്ഡലത്തിൽ ഇക്കുറി മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെങ്കിൽ പോലും അവിടെ NDA-യും 2020-യും മത്സരരംഗത്തുണ്ട്. എന്തായാലും മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 14,000 ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് 83% ആളുകളും പറയുന്നത് പ്രൊഫസർ C രവീന്ദ്രനാഥ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്നാണ്. LDF-നാണ് അവിടെയും ഒരു സാധ്യത പ്രവചിക്കുന്നത്. ഇനി 10% ആളുകൾ പറയുന്നത് ബെന്നി ബെഹന്നാൻ ജയിക്കണമെന്നാണ്. അതായത് നിലവിലെ സിറ്റിംഗ് MP ആണ്, അദ്ദേഹം തന്നെ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് 10% ആളുകൾ പറയുമ്പോൾ 3% ആളുകൾ പറയുന്നത് NDA സ്ഥാനാർത്ഥി ജയിച്ച്, അതായത് അവിടെ ഉണ്ണികൃഷ്ണനാണ് BDA സ്ഥാനാർത്ഥിയാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ BDJS-ന്റെ NDA സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ 2% ആളുകൾ മാത്രമാണ് ലോക്കൽ പാർട്ടിയായിട്ടുള്ള 2020 ജയിക്കണം എന്ന് പറയുന്നുള്ളൂ. എന്തുകൊണ്ട് പ്രൊഫസർ C രവീന്ദ്രനാഥ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം വേറൊന്നുമല്ല, ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയൊക്കെ LDF സ്വീകരിച്ച നിലപാടുകൾ, ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം പൗരത്വ ഭേദഗതി നിയമത്തിലും മണിപ്പൂർ വിഷയങ്ങളിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഈ സർക്കാർ LDF സർക്കാർ നിന്നു എന്ന കാരണം തന്നെയാണ് അവർ പ്രധാനമായും എടുത്തു പറയുന്നത്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് C രവീന്ദ്രനാഥ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തിയ ശേഷമാണ് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയാവുന്ന, എല്ലാ ലാംഗ്വേജുകളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് C രവീന്ദ്രനാഥ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹം ജയിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈ ബെന്നി ബെഹന്നാനും അല്ലെങ്കിൽ ചാർലിയും ഉണ്ണികൃഷ്ണനും ഒന്നും ഈ പറയുന്നത് പോലെ ലോകസഭയിലേക്ക് പോകണമെന്ന് കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ സംബന്ധിക്കുന്ന, രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇവരുടെ ഇടപെടലുകൾ അത്രമാത്രം ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇനി നേരെ പോകുന്നത് ആലത്തൂരിലേക്കാണ്. ആലത്തൂരിലും നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആലത്തൂരിൽ ഇക്കുറി മത്സരം LDF ഉം UDF ഉം തമ്മിലാണ്. അവിടെ കെ രാധാകൃഷ്ണൻ ജയിക്കണമെന്ന് 81% ആളുകൾ ആഗ്രഹിക്കുന്നു. 18,000 പേരിൽ നടത്തിയ അഭിപ്രായ സർവേയിലാണ് അവിടെ LDF സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് 81% ആളുകൾ പറയുന്നത്. ഒപ്പം രമ്യ ഹരിദാസ് അവിടുത്തെ സിറ്റിംഗ് MP ആണ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വെറും 19% ആളുകൾ മാത്രമാണ്. എന്തുകൊണ്ട് ഈ കെ രാധാകൃഷ്ണൻ ജയിക്കണമെന്ന് ഇത്രയധികം ആളുകൾ, വോട്ടർമാർ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു, ഒപ്പം പട്ടികജാതി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആ നിലയിലൊക്കെ എടുത്തു നോക്കുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ ആലത്തൂരിന്റെ ശബ്ദമാകാൻ കഴിയുമെന്ന കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് വയനാടിലേക്കാണ്. വയനാടിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതായത് LDFന്റെ ആനി രാജയും UDFന്റെ രാഹുൽ ഗാന്ധിയും തമ്മിലാണ് അവിടെ മത്സരം. അവിടെ നമ്മൾ 16,000 ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് 67% ആളുകളും ആഗ്രഹിക്കുന്നത് ആനി രാജ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ്. സിറ്റിംഗ് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു 33% ആളുകൾ മാത്രമാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനി വേണ്ട എന്ന് വയനാട്ടുകാർ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. വയനാടിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വോട്ടർമാർക്ക് എത്തണമെങ്കിൽ നിരവധി പരിശോധനകൾക്ക് ശേഷം മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ. അവർക്കറിയാവുന്ന ഭാഷ രാഹുൽ ഗാന്ധിക്കോ, രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന ഭാഷ അവർക്കോ അറിയത്തില്ല എന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ആനി രാജയെ സംബന്ധിച്ച് മലയാളമൊക്കെ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വനിതാ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഇനി UDF വേണ്ട, LDF മതി എന്ന തീരുമാനം തന്നെയാണ് വയനാടുകാരും എടുക്കുന്നത്. വയനാടിലെ വിഷയങ്ങൾ, വയനാടിന്റെ പ്രതിസന്ധികൾ, വയനാടിനെ സംബന്ധിക്കുന്ന വന്യജീവി ആക്രമണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കാര്യഗൗരവത്തോടെ ലോകസഭയിൽ അവതരിപ്പിച്ച് അവർക്ക് അർഹമായ കാര്യങ്ങൾ, അർഹമായ പദ്ധതികൾ നടപ്പിലാക്കി എടുക്കാൻ ആനി രാജയ്ക്ക് കഴിയുമെന്ന് വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തായാലും വയനാട്ടിലും LDFനാണ് ആദ്യ ട്രെൻഡിൽ നമുക്ക് ഒരു തരംഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ട്രെൻഡ് മാത്രമാണ്. പല സ്ഥലങ്ങളിലൊക്കെ ഇനിയും പല സ്ഥാനാർത്ഥികളൊക്കെ BJP സംബന്ധിച്ച് പല സ്ഥാനാർത്ഥികളൊക്കെ ആലത്തൂരിലൊക്കെ ഇനി പ്രഖ്യാപിക്കാനുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ ചിത്രങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ എടുത്ത 5 സ്ഥലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കണമെന്ന് ഒരു ഭൂരിഭാഗം ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിൽ, ഒപ്പം മണിപ്പൂർ വിഷയത്തിൽ, രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ LDF സ്വീകരിച്ച നിലപാട് ജനങ്ങൾ ഏറെ ശ്രദ്ധയോടെ തന്നെ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. UDF നുണപ്രചരണങ്ങളിലൂടെ വോട്ടർമാരെ പിടിക്കാൻ നടക്കുമ്പോൾ സത്യമായി പറഞ്ഞുകൊണ്ട് LDF വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു എന്ന ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലൊക്കെ ഈ പറയുന്നത് പോലെ പണം പറ്റിയിരിക്കുന്ന പാർട്ടികളുടെ ലിസ്റ്റിൽ BJPയും കോൺഗ്രസും ഒക്കെ ഒന്നാമതാണ്. എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി അത് CPIM ആണ്. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ സംബന്ധിക്കുന്ന, കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിവുറ്റ ഒരേ ഒരു പാർട്ടി അത് LDF ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണ ഇവിടുന്ന് ജയിച്ചു പോയ 18 UDF MPമാർക്കും കേരളത്തിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം കേരളത്തിനോട് കാണിച്ച അവഗണനയ്ക്കെതിരെ പോലും ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. ഒപ്പം LDF കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ ജന്തർ മന്ദിറിൽ നടത്തിയ സമരത്തിൽ പോലും പങ്കെടുക്കില്ല എന്ന് UDF പരസ്യമായി പറഞ്ഞതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്തായാലും ഇക്കുറി LDFന് തന്നെയാണ് ഇപ്പോൾ 5 മണ്ഡലങ്ങളിലും സാധ്യത പറയുന്നത്. ബാക്കി 15 മണ്ഡലങ്ങളിലെയും അഭിപ്രായ സർവേകളുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.